പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട വാർത്ത. അതുല്യയുടെ ഭർത്താവ് സതീഷ് അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷ് അറസ്റ്റിലായിരിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തിരുവനന്തപുരം ബ്യൂറോയാണ് നമുക്ക് ആ വാർത്ത ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. തിരുവനന്തപുരം ബ്യൂറോയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, എപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഷാർജയിൽ നിന്നും ഈ സതീഷ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം നാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ക്രൈംബ്രാഞ്ച് ഒരുക്കിയിരുന്നു. ഇന്ത്യയിലെ തന്നെ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും ഇത് സംബന്ധിച്ച് ലുക്കൌട്ട് നോട്ടീസും നൽകിയിരുന്നു. പക്ഷേ പ്രതിയെ പിടികൂടാൻ ഇത്രയും നാൾ വൈകിയിരുന്നു. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചില നടപടിക്രമങ്ങളുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ സതീഷ് ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. നിലവിൽ അറിയാൻ കഴിയുന്നത് ഈ ജാമ്യം കിട്ടിയതിന്റെ പ്രകാരമാണ് സതീഷ് നാട്ടിലെത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതൊരു അനൗദ്യോഗിക വിവരമാണ്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ വലിയതുറ പോലീസാണ് ഇദ്ദേഹത്തെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഈ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം പ്രതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ എമിഗ്രേഷൻ വിഭാഗം ഇദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയായിരുന്നു. തുടർന്നാണ് വലിയതുറ പോലീസിനെ വിവരം അറിയിച്ചത്. ഇനി 11 മണിയോടുകൂടി പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് വന്ന് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ള വിവരമാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വിവഞ്ചികയുടെ മരണത്തിന് പിന്നാലെ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന ഒരു മരണമായിരുന്നു അതുല്യ ശേഖറിൻ്റെത്. കാരണം ഷാർജയിൽ നിരവധി തവണ ഈ കുട്ടിയെ ക്രൂരമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രതി പീഡിപ്പിച്ച് വരികയായിരുന്നു. മദ്യപിച്ച് കഴിയുമ്പോൾ ശാരീരികമായിട്ട് ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്ത് വരികയായിരുന്നു എന്നുള്ളത് തന്നെ അത്തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ അതുല്യയുടേത് പുറത്തു വന്നിരുന്നു. സുഹൃത്തുക്കളോടായിരുന്നു പ്രധാനമായും ഇത്തരത്തിലുള്ള വേദനകളൊക്കെ അതുല്യ പങ്കുവച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടാനുള്ള ശ്രമം പോലീസ് നടത്തി വന്നിരുന്നെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല. പിന്നാലെ ഈ കേസ് ചവറ തെക്കുംഭാഗം പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് രാജ്യത്തിലെ വിമാനത്താവളങ്ങളിലേക്ക് ഈ പ്രതിയെ ഉടൻ തന്നെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് ലുക്കൌട്ട് നോട്ടീസ് നൽകിയത്. ഇപ്പോൾ 15 ദിവസങ്ങൾക്കിപ്പുറം പ്രതി